ഹായ് എവ്രി വൺ. ചൈൽഡ് സൈക്കോളജി പ്രകാരം മെയിൻ ആയിട്ട് 4 സ്റ്റൈൽസ് ഓഫ് പേരന്റിംഗ് ആണുള്ളത്. അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അതോറിറ്റേറിയൻ പേരന്റിംഗ് ആണ്. അതോറിറ്റേറിയൻ പേരന്റിംഗ് എന്ന് പറയുന്നത് പേരന്റ്സ് പറയുന്നത് മാത്രമേ കുട്ടി അനുസരിക്കാൻ പാടുള്ളൂ. പേരന്റ്സ് കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും, പേരന്റ്സിൻ്റെതായിട്ടുള്ള കുറച്ച് ഡിമാൻഡ്സ് ഉണ്ടാവും. അത് മീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് കുട്ടി പേരന്റ്സ് എന്ത് പറയുന്നു അത് അതേപോലെ കുട്ടി അനുസരിച്ചോളണം. ഇല്ലെങ്കിൽ കുട്ടീനെ പണിഷ് ചെയ്യും, കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നതാണ് അതോറിറ്റേറിയൻ പേരന്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അതോറിറ്റേറ്റീവ് പേരന്റിംഗ് ആണ്. അതോറിറ്റേറ്റീവ് പേരന്റിംഗിൽ കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഒക്കെ പേരന്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ എന്നാൽ കൂടി കുട്ടിയുടെ അച്ചീവ്മെന്റിനും ഗ്രോത്തിനും വേണ്ട എല്ലാ സപ്പോർട്ടും എല്ലാ കാര്യങ്ങളും പേരന്റ്സ് അവിടെ കൊടുക്കും. നെക്സ്റ്റ് തേർഡ് പേരന്റിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് നെഗ്ലക്ട്ഫുൾ പേരന്റിംഗ് അഥവാ അൺഇൻവോൾവ് പേരന്റിംഗ് ആണ്. അവിടെ പേരന്റ്സ് എന്താ കുട്ടിയുടെ ഒരു കാര്യത്തിലും ഇൻവോൾവ് ആവാതെ, കുട്ടികളുമായിട്ട് യാതൊരു ഇന്ററാക്ഷനും ഇല്ല, കുട്ടികളായിട്ട് ഒരു എഫെക്ഷനും ഇല്ലാതെ കുട്ടിക്ക് കുട്ടിയുടെ വഴി, പേരന്റിന്റെ വഴി എന്നുള്ളതാണ് നെഗ്ലക്ട്ഫുൾ പേരന്റിംഗ് അഥവാ അൺഇൻവോൾവ് പേരന്റിംഗ് എന്ന് പറയുന്നത്. റിസർച്ച് വഴി നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട് ഈ ആൻസൈറ്റി, ഡിപ്രഷൻ, ഇറിറ്റബിലിറ്റി, അതുപോലെ ADHD, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, ഇതൊക്കെ ഈ നെഗ്ലക്ട്ഫുൾ പേരന്റിംഗ് സ്റ്റൈലിലെ കുട്ടികളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് ലാസ്റ്റ് സ്റ്റൈൽ ഓഫ് പേരന്റിംഗ് എന്ന് പറയുന്നതാണ് പെർമിസീവ് പേരന്റിംഗ്. പെർമിസീവ് പേരന്റിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ പേരന്റ്സ് കുട്ടികളോട് ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും. കുട്ടിയുടെ എല്ലാ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും വേണ്ടിയിട്ട് എന്ത് സപ്പോർട്ട്, എന്റെ കുട്ടിയുടെ സന്തോഷമാണ് എനിക്ക് വലുത് എന്ന മട്ടില് കുട്ടിയുടെ എല്ലാ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ചിട്ട് കുട്ടിക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും കാര്യങ്ങളും കൊടുത്തിട്ട് കുട്ടിയുടെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് കൊടുക്കുന്നതാണ് പെർമിസീവ് പേരന്റിംഗ്. പക്ഷെ ചില സമയത്ത് ഈ പെർമിസീവ് പേരന്റിംഗ് നെഗറ്റീവ് ഇമ്പാക്റ്റും ഉണ്ടാക്കാം. കാരണം അവിടെ ഓവർ ഫ്രീഡം കുട്ടികൾ മിസ്യൂസ് ചെയ്യാനുള്ള ചാൻസസും കൂടുതലാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഏത് പേരന്റിംഗ് ആണോ ബെറ്റർ എന്ന് നോക്കിയിട്ട്, നമുക്ക് എപ്പോഴും ഒരു പെർഫെക്റ്റ് പേരന്റിംഗ് സ്റ്റൈൽ ഒന്നും ഓപ്റ്റ് ചെയ്യാൻ പറ്റൂല. നമ്മുടെ സർക്കംസ്റ്റാൻസസിനനുസരിച്ചിട്ടും നമ്മുടെ മൂഡ്സിനനുസരിച്ചിട്ടും ഒക്കെ നമ്മൾ കുട്ടികളോട് ഇന്ററാക്ട് ചെയ്യുന്ന രീതിയും കുട്ടികളോട് നമ്മൾ പെരുമാറുന്ന രീതിയും ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. പക്ഷേ just choose wisely which parenting style is better for you and your child accordingly.